Hi all, welcome to this session. In our previous session, we learned interpolation, the importance of interpolation, how we can use the interpolation in many experimental problems. Also, we discussed Newton forward interpolation formula, Newton backward interpolation formula, and also the error we are committing in the interpolation formula. So, already we had discussed that Newton forward interpolation formula has been used near the beginning of the data points, and backward interpolation formula has been used at the end of the data points. If you want to interpolate at the middle of the data set, we will use central difference formula. So that's the importance of central interpolation formula. So in this session we are going to learn what is this central interpolation formula or central difference interpolation formula. നമ്മൾ പറഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഡേറ്റാ സെറ്റ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. എക്സും വൈയും തമ്മിലുള്ള ഡേറ്റാ സെറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ വി ഹാവ് സം ഡേറ്റാ പോയിന്റ്സ്. അപ്പോൾ നിയർ ദി ഡേറ്റാ സെറ്റ്, അതായത് ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഇന്റർപോളേഷൻ ചെയ്യുന്നതെങ്കിൽ വി വിൽ യൂസ് ന്യൂട്ടൺ ഫോർവേഡ് ഇന്റർപോളേഷൻ ഫോർമുല. ഈ ഒരു ഭാഗത്താണെങ്കിൽ വി വിൽ യൂസ് ന്യൂട്ടൺ ബാക്ക്വേർഡ് ഇന്റർപോളേഷൻ ഫോർമുല, കാരണം എറർ കുറയ്ക്കാൻ. ആൻഡ് ഇൻ ദ മിഡിൽ പോയിന്റ് വി വിൽ യൂസ് സെൻട്രൽ ഡിഫറൻസ് ഇന്റർപോളേഷൻ ഫോർമുല. ഇതിപ്പോൾ 7 നമ്പർ ഉള്ള ഒരു ഡേറ്റാ പോയിന്റ്, 7 ഡേറ്റാ പോയിന്റ്സ് ഉള്ള ഒരു സെറ്റാണ്. നമുക്ക് ഒരുപാട് ഡേറ്റാ സെറ്റ് വരുമ്പോഴാണ് നമ്മൾ ഇന്റർപോളേഷൻ ഉപയോഗിക്കുമ്പോൾ ഈ ഒരു മാറ്റം വരുന്നത്. അപ്പം നിയർ ദി ഡേറ്റാ പോയിന്റ്സ് അല്ലെങ്കിൽ ബിഗിനിങ് ഓഫ് ദി ഡേറ്റാ പോയിന്റ്സ് ആണെങ്കിൽ നമ്മൾ ഫോർവേഡ് ഫോർമുല ഉപയോഗിക്കും, നിയർ ദി എൻഡ് ആണെങ്കിൽ ബാക്ക്വേർഡ് ഉപയോഗിക്കും, സെൻട്രൽ ആണെങ്കിൽ സെൻട്രൽ ഡിഫറൻസ് ഇന്റർപോളേഷൻ ഫോർമുല ഉപയോഗിക്കും. ഈ സെൻട്രൽ ഡിഫറൻസ് ഇന്റർപോളേഷൻ ഫോർമുലയിൽ നമ്മൾ പഠിക്കുന്ന ആ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ് ഗോസ് സെൻട്രൽ ഡിഫറൻസ് ഫോർമുല. സോ വി ആർ ലേണിംഗ് ഗോസ് സെൻട്രൽ ഡിഫറൻസ് ഫോർമുല. ഈ ഗോസ് സെൻട്രൽ ഡിഫറൻസ് ഫോർമുല തന്നെ രണ്ട് തരത്തിലുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഗോസ് ഫോർവേഡ് ഫോർമുല ആൻഡ് ഗോസ് ബാക്ക്വേർഡ് ഫോർമുല. അപ്പം നമുക്ക് ഇതിൻ്റെ എസ്സേ ചോദിക്കുമ്പോൾ ഗോസ് സെൻട്രൽ ഡിഫറൻസ് ഫോർമുല എന്നായിരിക്കും, അല്ലെങ്കിൽ ഗോസ് ഫോർവേഡ് ഫോർമുല എന്നായിരിക്കും, അല്ലെങ്കിൽ ഗോസ് ബാക്ക്വേർഡ് ഫോർമുല ആയിരിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ആവറേജ് ആയിട്ടുള്ള സ്റ്റെർലിങ്സ് ഫോർമുല ആയിരിക്കും. അപ്പം ഇത്തരം 3 ഫോർമുല നമുക്ക് പഠിക്കണം. ഗോസ് ഫോർവേഡ് ഫോർമുല, ഗോസ് ബാക്ക്വേർഡ് ഫോർമുല, ഇതിൻ്റെ രണ്ടിൻ്റെയും മീൻ ആയിട്ടുള്ള സ്റ്റെർലിങ്സ് ഫോർമുല. ഓക്കെ, സ്റ്റെർലിങ്സ് ഫോർമുല STIRLING, സ്റ്റെർലിങ്സ് ഫോർമുല. അതാണ് തേർഡ് ടൈം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം നമുക്ക് വി വിൽ ലേൺ വാട്ട് ഈസ് ഗോസ് സെൻട്രൽ ഡിഫറൻസ് ഫോർമുല. വളരെ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, സപ്പോസ് ദിസ് ഇസ് ദ data set. You can see here I'm just constructing the forward difference table of some data point. xy എന്ന് പറയുന്ന പോയിന്റ് നിങ്ങൾ നോക്കുമ്പോൾ you can see x minus 3 y minus 3 x minus 2 y minus 2. അത് നിങ്ങൾ ഡൗട്ട് ഒന്നും വരണ്ട. എന്തെന്ന് ചോദിച്ചാൽ here we have taken the central point as x0 y0. നമ്മൾ ഇതുവരെയും x0 y0 എന്ന് പറയുന്നത് ഫസ്റ്റ് ഡേറ്റ പോയിന്റ് ആയിരുന്നു. ഇപ്പോൾ ഞാൻ ഇവിടെ ചെയ്തതെന്ന് പറഞ്ഞാൽ മിഡിലിൽ വരുന്ന ഡേറ്റാ പോയിന്റിനെ ഞാൻ എന്തായിട്ട് വിളിച്ചു? x0 y0 എന്ന് വിളിച്ചു. അതായത് ഇഫ് യു ഹാവ് 7 ഡേറ്റാ പോയിന്റ്സ് ഉണ്ടെങ്കിൽ മിഡിലിൽ, അതായത് 4ാമത് വരുന്ന ഡേറ്റാ പോയിന്റ് ആയിരിക്കും മിഡിൽ ഡേറ്റാ പോയിന്റ്. അതിനെയാണ് ഞാൻ എന്തെന്ന് വിളിച്ചത്? x0 y0. ദെൻ x മൈനസ് 1 y മൈനസ് 1 ആ പൊസിഷൻ കാണിക്കാൻ വേണ്ടി മാത്രം. അതായത് x0 y0 മിഡിലാണ്, അതിൻ്റെ അപ്പർ സൈഡും അതിൻ്റെ ലോവർ സൈഡും എന്തുണ്ട്? ഡേറ്റ ഉണ്ടെന്ന് കാണിക്കാനുള്ള പൊസിഷൻ വാല്യൂസ് പോലെയാണ് ഞാൻ x മൈനസ് 1 y മൈനസ് 1 x1 y1 എന്നൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ കൺഫ്യൂഷൻ വരരുത്. ഇത് ഡേറ്റാ പോയിന്റ് മിഡിലുള്ളത് x0 y0 ആണ്. മുകളിലേക്കുള്ളത് x മൈനസ് 1 x മൈനസ് 2 x മൈനസ് 3 എന്ന് പോകുന്നു. താഴേക്കുള്ളത് x1 x2 x3. ഒരു കൺവെൻഷനായിട്ട് കൊടുത്തു എന്ന് മാത്രം. മിഡിൽ ഡേറ്റാ പോയിന്റ്സ് ആണ് x0 y0. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഗോസ് സെൻട്രൽ ഫോർമുല നമ്മളൊരു പ്രോബ്ലം ചെയ്യുമ്പോഴും നമ്മൾ ഇത് വളരെയധികം ശ്രദ്ധിക്കണം. സെൻട്രൽ ഡേറ്റാ പോയിന്റിനെ വേണം x0 y0 ആയിട്ട് എടുക്കാൻ, അല്ലാതെ ഫസ്റ്റ് ഡേറ്റാ പോയിന്റിനെ ആകരുത്. ദെൻ വി നീഡ് ടു കൺസ്ട്രക്ട് ദി ഡിഫറൻസ് ടേബിൾ. ഞാൻ ഫസ്റ്റ് ഓർഡർ ഡിഫറൻസ് കൺസ്ട്രക്ട് ചെയ്തു. y മൈനസ് 2 മൈനസ് y മൈനസ് 3, ഇറ്റ് ഈസ് ഡെൽറ്റ y മൈനസ് 3, നിങ്ങൾക്കറിയാം. അതുപോലെ y മൈനസ് 1 മൈനസ് y മൈനസ് 2. ഓക്കെ, ഇതെല്ലാം പൊസിഷൻ വാല്യൂസ് ആണ്, അല്ലാതെ നെഗറ്റീവ് നമ്പർ എന്നല്ല അതിൻ്റെ അർത്ഥം. അത് ഡെൽറ്റ y മൈനസ് 2 ആണ്. ഇതുപോലെ ഞാൻ ഓരോ ഫസ്റ്റ് ഓർഡർ ഡിഫറൻസും കൺസ്ട്രക്ട് ചെയ്തു. അതുപോലെ ഇതിൻ്റെ ഡിഫറൻസ് ആയ സെക്കൻഡ് ഓർഡർ ഡിഫറൻസ് കൺസ്ട്രക്ട് ചെയ്തു, വിച്ച് ഈസ് ഡെൽറ്റ y മൈനസ് 2 മൈനസ് ഡെൽറ്റ y മൈനസ് 3 ഡെൽറ്റ സ്ക്വയർ y മൈനസ് 3. ഇതേപോലെ സെക്കൻഡ് ഓർഡർ കൺസ്ട്രക്ട് ചെയ്തു, തേർഡ് ഓർഡർ കൺസ്ട്രക്ട് ചെയ്തു, ഫോർത്ത് ഓർഡർ കൺസ്ട്രക്ട് ചെയ്തു, ഫിഫ്ത്ത് ആൻഡ് സിക്സ്.
അപ്പോൾ ഞാൻ ഒരു ഡിഫറൻസ് ടേബിൾ ഇതിൽ നിന്ന് കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരിക്കൽ കൂടെ പറയുന്നു, ഈ y-1 എന്നൊക്കെ നെഗറ്റീവ് നമ്പറായിട്ട് തെറ്റിദ്ധരിക്കരുത്. അത് അതിൻ്റെ പൊസിഷണൽ വാല്യൂസ് ആയിട്ട് മാത്രം കാണുക. നമ്മൾ ഗോസ് ഫോർവേഡ് ഫോർമുലയാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, ഞാനൊരു പാത്ത് ഇവിടെ ഒരു ബ്ലൂ ആരോ കൊണ്ട് നൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. യു ക്യാൻ സീ എ പാത്ത് ആൻഡ് യു ക്യാൻ സീ ഡിഫറൻസ് അലോങ് ദാറ്റ് പാത്ത് അല്ലേ. y0യിൽ നിന്നും ഡെൽറ്റ y0 എന്ന് പറയുന്ന ഡിഫറൻസ്, ഡെൽറ്റ y0യിൽ നിന്നും ഡെൽറ്റ സ്ക്വയർ y-1, അതിൽ നിന്നും ഡെൽറ്റ ക്യൂബ് y-1, അതിൽ നിന്നും ഡെൽറ്റ റൈസ് ടു 4y-2, ദെൻ ഡെൽറ്റ റൈസ് ടു 5-2, ദെൻ ഡെൽറ്റ റൈസ് ടു 6y-3. അപ്പോൾ ഞാനൊരു പാത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ആ പാത്തിൽ എന്തും കാണാം, കുറച്ച് ഡിഫറൻസും കാണാം. ഗോസ് ഫോർവേഡ് ഡിഫറൻസ് ഫോർമുല യൂസസ് ദ ഡിഫറൻസ് വിച്ച് അപ്പിയേഴ്സ് അലോങ് ദിസ് പാത്ത്. നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ പാത്തിൽ വന്നിരിക്കുന്ന ഡിഫറൻസ് ആണ് ആര് ഉപയോഗിച്ചിരിക്കുന്നത്, ഗോസ് ഫോർവേഡ് ഫോർമുല ഉപയോഗിച്ചിരിക്കുന്നത്. സോ ഗോസ് ഫോർവേഡ് ഫോർമുല യൂസസ് ദ ഡിഫറൻസ് വിച്ച് ആർ ഓൺ ദി ലൈൻ as shown here, blue line as shown here. ഈ ലൈനിൽ വരുന്ന ഡിഫറൻസസ് ആണ് ഗോസ് ഫോർവേഡ് ഫോർമുല ഉപയോഗിച്ചിരിക്കുന്നത്. സോ ഗോസ് ഫോർവേഡ് ഫോർമുല കൺസ്ട്രക്റ്റഡ് എ പോളിനോമിയൽ ജസ്റ്റ് ലൈക്ക് ന്യൂട്ടൺ ഫോർവേഡ് ഓർ ന്യൂട്ടൺ ബാക്ക്വേർഡ് യൂസിങ് ദീസ് ഡിഫറൻസസ്. ഈ ഡിഫറൻസസ് ഉപയോഗിച്ചാണ് ഗോസ് ഫോർവേഡ് ഫോർമുല എന്ത് ചെയ്തത്, ഒരു പോളിനോമിയൽ കൺസ്ട്രക്ട് ചെയ്തത്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, ലെറ്റ് yp ബി ദ പോളിനോമിയൽ. yp ആണ് പോളിനോമിയൽ എന്നിരിക്കട്ടെ. yp ഈക്വൽ ടു ഏതൊക്കെ ഫോർമുല ഉപയോഗിക്കണം, ഏതൊക്കെ ഡിഫറൻസ് ഉപയോഗിക്കണം, നീഡ്സ് ടു യൂസ് y0, ദെൻ y0യിൽ നിന്നും ഏതെടുക്കണം, ഡെൽറ്റ y0, ഓക്കെ, അതിൽ നിന്നും ഡെൽറ്റ സ്ക്വയർ y-1, ഡെൽറ്റ സ്ക്വയർ y-1, ദെൻ ഡെൽറ്റ ക്യൂബ് y-1, ഓക്കെ, ദെൻ ഡെൽറ്റ റൈസ് ടു 4y-2, then delta raised to 5-2, finally delta raised to 6y-3. ഓക്കെ, ഇവിടെ നമുക്ക് 7 ഡേറ്റാ പോയിന്റ്സ് ആണ് ഉള്ളത്. അപ്പം ആ പാത്തും കൂടെ നിങ്ങൾ നോക്കുക. മിഡിലിൽ നിന്നും തൊട്ട് താഴോട്ടാണ് വന്നിരിക്കുന്നത്. മിഡിലിൽ നിന്നും തൊട്ട് താഴെ, അതായത് ഇതൊരു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇത് പോകുന്നത്. y0 നിന്ന് തൊട്ട് താഴെ, ദെൻ പിന്നെയും ആ ഒരു പാത്ത്, അതായത് ഈ ഡെൽറ്റ സ്ക്വയർ എല്ലാം ഈ സ്ട്രെയിറ്റ് ലൈൻ പാത്തിൽ വരും. അതിൽ നിന്ന് ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് താഴോട്ട് വന്ന് വേണം നിങ്ങൾ പോകാൻ. ഓക്കെ, സോ ഈ ലൈനിൽ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഈ ഒരു പാത്തിൽ ഉപയോഗിക്കുന്ന ഡിഫറൻസ് ആണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും, ഫോർവേഡ് ഡിഫറൻസ് ഫോർമുല എന്ന് ഉപയോഗിക്കും. സോ ദാറ്റ് വി നീഡ് ടു റൈറ്റ് yp as yp equal to y0 plus we need to use a coefficient. ആ കോഎഫിഷ്യന്റ് നമ്മൾ കണ്ടുപിടിക്കണം. yp equal to g1 delta y0 plus g2 delta square y-1 plus g3 delta cube y-1, so on. Okay, plus etc. ഇത്രയേ ഉള്ളൂ ഒരു ഗോസ് ഫോർവേഡ് ഫോർമുല. നമ്മൾ സെൻട്രൽ ഡാറ്റാ പോയിന്റ്സിനെ x0 y0 ആയിട്ട് എടുത്തു. എന്നിട്ട് നമ്മളൊരു ഡിഫറൻസ്, നമ്മൾ പർട്ടിക്കുലർ ഡിഫറൻസിനെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്തുള്ളൂ. അത് നമ്മുടെ ഈ പാത്ത് ഉപയോഗിച്ചുകൊണ്ടാണ്. അത് വളരെയധികം ശ്രദ്ധിക്കണം. അലോങ് ദിസ് പാത്ത് മാത്രമേ നമ്മൾ ആ ഡിഫറൻസ് ഉപയോഗിക്കാവുള്ളൂ. ആ ഡിഫറൻസ് ഉപയോഗിച്ചുകൊണ്ട് വി ആർ കൺസ്ട്രക്ടിങ് എ പോളിനോമിയൽ yp. നൗ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് g1 g2 g3 എക്സെട്ര. g1 g2 g3 എക്സെട്ര കണ്ടുപിടിച്ചാൽ മാത്രമേ ഈ ഫോർമുല എന്താവത്തുള്ളൂ, കംപ്ലീറ്റ് ആവത്തുള്ളൂ. അതാണ് ഈ ഒരു എസ്ഐ. അത് ചെയ്യാൻ നമ്മൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലും ഇൻ ടേംസ് ഓഫ് y0 മാറ്റുക. അതായത് ഇവിടെ ഇപ്പോൾ y0 ഇവിടെ ഇപ്പോൾ ഡെൽറ്റ y0 ഉണ്ട്. അപ്പം ഡെൽറ്റ സ്ക്വയർ y-1നെ ഡെൽറ്റ ഇൻ ടേംസ് ഓഫ് ഡെൽറ്റ y0 ഡെൽറ്റ സ്ക്വയർ y0 ആക്കുക. അതുപോലെ ypയെയും ഇൻ ടേംസ് ഓഫ് y0 ഡെൽറ്റ y0 ഡെൽറ്റ സ്ക്വയർ y0 ആക്കുക. LHSും RHSും y0 ഡെൽറ്റ y0 ഡെൽറ്റ സ്ക്വയർ y0 ഡെൽറ്റ ക്യൂബ് y0 എന്നുള്ള രീതിയിൽ LHSും RHSും മാറ്റുക. Then we can equate the coefficient to get g1 g2 g3 etc. അപ്പോൾ നമ്മൾ ആദ്യം ypയെ ഇൻ ടേംസ് ഓഫ് y0യിലേക്ക് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് yp ആണ് മാറ്റേണ്ടത്. ypയെ ഇൻ ടേംസ് ഓഫ് y0യിലേക്ക് മാറ്റണം. സോ വി ഹാവ് yp. എങ്ങനെ മാറ്റാം? ypയെ ഇൻ ടേംസ് ഓഫ് y0യിലേക്ക് എങ്ങനെ മാറ്റാം? അതായത് yp എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ y0യുടെ ടേംസിൽ എഴുതിയാൽ y0 പ്ലസ് p എന്ന് എഴുതാം അല്ലേ? y0 പ്ലസ് p. അപ്പം നമുക്ക് y0യെ e റൈസ് ടു p കൊണ്ട് ഷിഫ്റ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് yp, റൈറ്റ്?
y0 യെ e raised to p കൊണ്ട് ഷിഫ്റ്റ് ചെയ്യുക. സോ വി ക്യാൻ യൂസ് ദി ഷിഫ്റ്റ് ഓപ്പറേറ്റർ e raised to p here so that yp is nothing but e raised to p y0. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, അത് yp ഈക്വൽ ടു e raised to p y0. ഈ ഷിഫ്റ്റ് ഓപ്പറേറ്ററിനെ ഇൻ ടേംസ് ഓഫ് ഫോർവേഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ നമ്മളൊരു റിലേഷൻ പഠിച്ചിട്ടുണ്ട്. e is nothing but 1 plus delta. അപ്പോൾ ഇക്ക് പകരം എന്ത് കൊടുക്കാം? 1 plus delta കൊടുക്കാം. സോ ദി ഇക്വേഷൻ ബിക്കംസ് 1 plus delta the whole raised to p y0. 1 plus delta the whole raised to p y0. ഓക്കെ, നമ്മുടെ ഉദ്ദേശം yp യെ ഇൻ ടേംസ് ഓഫ് y0യിലേക്ക് മാറ്റുക എന്നതാണ്. ദെൻ ഈ ഒരു ബ്രാക്കറ്റിന് എന്ത് ചെയ്യുക? ബൈനോമിയൽ എക്സ്പാൻഡ് ചെയ്യുക. എന്ത് കിട്ടും? 1 plus p into delta 1 plus p into delta plus p into p minus 1 p into p minus 1 by 2 factorial delta square plus p into p minus 1 into p minus 2 by 3 factorial delta cube അല്ലേ, പ്ലസ് എക്സെട്ര. നമുക്ക് വെളിയിൽ എന്തുണ്ട്? വി ഹാവ് ദ വാല്യൂ y0. ആ y0 ഈ ഓപ്പറേറ്ററിനകത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ എന്ത് ചെയ്യും? യു വിൽ ഗെറ്റ് yp as y0 പ്ലസ് p delta y0 p delta y0 പ്ലസ് p into p minus 1 by 2 factorial delta square y0 plus p into p minus 1. എൻ്റെ കൂടെ തന്നെ എഴുതി പോവുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. p minus 1 into p minus 2 by 3 factorial delta cube y0 plus etc. delta cube y0 plus etc. എന്ത് കഴിഞ്ഞു? we expanded or we wrote yp in terms of y0. yp നമ്മൾ എന്തിൽ എഴുതി? y0 എന്ന് പറയുന്ന ടേംസിൽ നമ്മൾ yp എഴുതി. ഇനി നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ആ ഇക്വേഷൻ്റെ RHSൽ യു ക്യാൻ സീ ഹിയർ y0 ഉണ്ട്, കുഴപ്പമില്ല. ഡെൽറ്റ y0 നമുക്ക് മാറ്റേണ്ട. ഡെൽറ്റ സ്ക്വയർ y മൈനസ് 1നെ നമ്മൾ എന്ത് ചെയ്യണം? ഇൻ ടേംസ് ഓഫ് y0യിൽ മാറ്റണം. സോ ദാറ്റ് വി ക്യാൻ റൈറ്റ് നൗ how to write delta square y minus 1 in terms of y0. അപ്പോൾ നമുക്ക് അടുത്തത് ഡെൽറ്റ സ്ക്വയർ y minus 1നെയാണ് നമുക്ക് മാറ്റേണ്ടത്. സോ ദാറ്റ് വി ക്യാൻ റൈറ്റ് ഡെൽറ്റ സ്ക്വയർ y minus 1. ഡെൽറ്റ സ്ക്വയർ y minus 1 എങ്ങനെ മാറ്റാം? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഡെൽറ്റ സ്ക്വയർ e raised to minus 1 y0. ഡെൽറ്റ സ്ക്വയർ e raised to minus 1 ഓപ്പറേറ്റർ, ഷിഫ്റ്റ് ഓപ്പറേറ്റർ y0. ഓക്കെ, അതുപോലെ തന്നെ ഡെൽറ്റ സ്ക്വയർ ഇൻറ്റു ഇക്ക് പകരം 1 പ്ലസ് ഡെൽറ്റ 1 പ്ലസ് ഡെൽറ്റ ദ ഹോൾ റൈസ് ടു മൈനസ് 1 y0. എന്ത് ചെയ്യണം നിങ്ങൾ? 1 പ്ലസ് ഡെൽറ്റയെ 1 പ്ലസ് ഡെൽറ്റ ദ ഹോൾ റൈസ് ടു മൈനസ് 1നെ എക്സ്പാൻഡ് ചെയ്യുക. 1 മൈനസ് ഡെൽറ്റ പ്ലസ് ഡെൽറ്റ സ്ക്വയർ അതേപോലെ എക്സ്പാൻഡ് ചെയ്യുക. ഡെൽറ്റ സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ റൈറ്റ് ഓപ്പറേറ്റ് ദി ഓപ്പറേറ്റർ വിത്ത് y0. എന്നിട്ട് എന്ത് ചെയ്യുക? അത് y0യും കൊണ്ടൊന്ന് ഓപ്പറേറ്റ് ചെയ്യുക. ഒന്ന് ചെയ്ത് നോക്കിക്കേ. ഇതേപോലെ വന്ന് കാണും. ഡെൽറ്റ സ്ക്വയർ y മൈനസ് 1 1 പ്ലസ് ഡെൽറ്റ ദ ഹോൾ റൈസ് ടു മൈനസ് 1 എക്സ്പാൻഡ് ചെയ്യുക, ബ്രാക്കറ്റ് മാറ്റുക. സോ ദാറ്റ് യു വിൽ ഗെറ്റ് ഡെൽറ്റ സ്ക്വയർ y0 ഡെൽറ്റ ക്യൂബ് മൈനസ് ഡെൽറ്റ ക്യൂബ് y0 പ്ലസ് ഡെൽറ്റ റൈസ് ടു 4 y0 മൈനസ് ഡെൽറ്റ റൈസ് ടു 5 y0. എന്താണ്? ഡെൽറ്റ സ്ക്വയർ y മൈനസ് 1. അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആരെ എഴുതാം? ഡെൽറ്റ ക്യൂബ് y മൈനസ് 1 എഴുതാം. കാരണം ഡെൽറ്റ സ്ക്വയർ y മൈനസ് 1 വന്നപ്പോൾ ഡെൽറ്റ സ്ക്വയർ y0യിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഡെൽറ്റ ക്യൂബ് y മൈനസ് 1 വരുമ്പോൾ ഡെൽറ്റ ക്യൂബ് y0 സ്റ്റാർട്ട് ചെയ്യും. ബാക്കിയെല്ലാം അതേപോലെ ഒരു പവർ കൂട്ടി എഴുതിയാൽ യു വിൽ ഗെറ്റ് ഡെൽറ്റ ക്യൂബ് y മൈനസ് 1. ഇനി അതിൽ ആരാണുള്ളത്? ഇനിയും അതിലുള്ളത് ഡെൽറ്റ ക്യൂബ് y മൈനസ് 1 കഴിഞ്ഞാൽ വി ഹാവ് ടു റീറൈറ്റ് ഡെൽറ്റ റൈസ് ടു 4 y മൈനസ് 2. ഡെൽറ്റ റൈസ് ടു 4 y മൈനസ് 2നെ നമ്മൾ എന്ത് ചെയ്യണം? റീറൈറ്റ് ചെയ്യണം. അപ്പം നമുക്ക് അടുത്തത് വി ക്യാൻ റൈറ്റ് വാട്ട് ഈസ് ദിസ്? ഡെൽറ്റ റൈസ് ടു 4 y മൈനസ് 2. നേരത്തെ പോലെ തന്നെ ഡെൽറ്റ റൈസ് ടു 4 y മൈനസ് 2 എങ്ങനെ മാറ്റും? ദിസ് വൺ ഈക്വൽ ടു ഡെൽറ്റ റൈസ് ടു 4 e റൈസ് ടു മൈനസ് 2 y0 e റൈസ് ടു മൈനസ് 2 y0 ഈക്വൽ ടു ഡെൽറ്റ റൈസ് ടു 4 1 പ്ലസ് ഡെൽറ്റ
the whole raised to minus 2y0. Okay, equal to delta raised to 4 1 plus delta the whole raised to minus 2. എന്താ വരുന്നത് 1. It is equal to 1 minus 2 delta, okay, plus 3 delta square minus 4 delta cube plus etc. y0. So the final answer is it is equal to delta raised to 4 y0 minus 2 delta raised to 5 y0 plus 3 delta raised to 6 y0 minus 4 delta raised to 7 y0. അല്ലേ, നമ്മളിപ്പോൾ ഇതിനെയും എന്ത് ചെയ്തു, ഡെൽറ്റ റൈസ് ടു 4 y മൈനസ് 2നെയും ഇൻ ടേംസ് ഓഫ് y0യിലേക്ക് ആക്കി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വേറെ ഒന്നുമല്ല, yp നമ്മളാക്കി ഓൾറെഡി. ypക്ക് പകരം ഇൻ ടേംസ് ഓഫ് y0 എഴുതുക. അതുപോലെയുള്ള ഇവിടെ ഓരോന്നും നമ്മളിപ്പോൾ മാറ്റിയ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിനെല്ലാം ഇൻ ടേംസ് ഓഫ് y0യിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് LHSലും RHSലും എഴുതി ഫൈനൽ ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കിക്കേ, ഇതുപോലെ കിട്ടിയോ എന്ന് നോക്കുക. ഓക്കെ, ypക്ക് പകരം ഇൻ ടേംസ് ഓഫ് y0 ഡെൽറ്റ സ്ക്വയർ y0 ഡെൽറ്റ ക്യൂബ് y0 എല്ലാം നമ്മൾ കണ്ടുപിടിച്ച് എഴുതി. ഈക്വൽ ടു ഫസ്റ്റ് ടൈം y0 മാറ്റണ്ട, g1 ഡെൽറ്റ y0 മാറ്റണ്ട. അടുത്ത g2 നമുക്ക് വന്ന ഡെൽറ്റ സ്ക്വയർ y മൈനസ് 1, ഡെൽറ്റ സ്ക്വയർ y മൈനസ് 1നെ നമ്മൾ മാറ്റി. അടുത്ത g3 ഡെൽറ്റ ക്യൂബ് y മൈനസ് 1 അതിനെയും മാറ്റി. പ്ലസ് g4 ഡെൽറ്റ റൈസ് ടു 4 y മൈനസ് 2 അതിനെയും ഇൻ ടേംസ് ഓഫ് y0 അത് നമുക്ക് ഡെൽറ്റ റൈസ് ടു 4 y0 ഡെൽറ്റ റൈസ് ടു 5 y0യിലാണ് എഴുതിയത്. ചുരുക്കി പറഞ്ഞാൽ LHSും RHSും ഇപ്പോൾ y0യിലോ അല്ലെങ്കിൽ അത് ഡെൽറ്റ y0യിലോ അല്ലെങ്കിൽ ഹയർ ഓർഡർ ഡിഫറൻസിലോ ആണ് കിടക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് എന്താണ്, വി നീഡ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് g1 g2 g3. അത് കിട്ടാൻ ഇക്വേറ്റ് ദി കോഎഫിഷ്യൻസ് ഓഫ് y0, ഇക്വേറ്റ് ദി കോഎഫിഷ്യൻസ് ഓഫ് ഡെൽറ്റ y0 ഡെൽറ്റ സ്ക്വയർ y0 ഡെൽറ്റ ക്യൂബ് y0 എക്സെട്ര ഓൺ ബോത്ത് സൈഡ്. നമ്മൾ എന്ത് ചെയ്യുക, ഡെൽറ്റ സ്ക്വയർ y0യുടെയും ഡെൽറ്റ ക്യൂബ് y0യുടെയും എല്ലാം കോഎഫിഷ്യൻസ് എന്ത് ചെയ്യുക, ഇക്വേറ്റ് ചെയ്യുക രണ്ട് സൈഡിൽ. ഓക്കെ, ഫസ്റ്റ് വി ക്യാൻ ഇക്വേറ്റ് ദി കോഎഫിഷ്യൻസ് ഓഫ് ഡെൽറ്റ y0. അത് LHSൽ കോഎഫിഷ്യന്റ് ഓഫ് ഡെൽറ്റ y0 ഇറ്റ് ഈസ് p, RHSൽ കോഎഫിഷ്യന്റ് ഓഫ് ഡെൽറ്റ y0 ഇറ്റ് ഈസ് g1. സോ നമുക്ക് ആദ്യത്തെ കോഎഫിഷ്യന്റ് ആയ g1 കിട്ടി ബൈ ഇക്വേറ്റിംഗ് the coefficient of delta y0, it is nothing but p. So we got g1 equal to p. g1 equal to p. അടുത്ത നമ്മൾ എന്ത് ചെയ്യണം, ഡെൽറ്റ സ്ക്വയർ y0യെ രണ്ട് സൈഡിലും ഇക്വേറ്റ് ചെയ്യണം. ഡെൽറ്റ സ്ക്വയർ y0യെ ഇക്വേറ്റ് ചെയ്താൽ LHSൽ ഇറ്റ് ഈസ് p ഇൻറ്റു p മൈനസ് 1 ബൈ 2 ഫാക്ടോറിയൽ. RHSൽ ഇറ്റ് ഈസ് g2 ഡെൽറ്റ സ്ക്വയർ y0. ആരാണ് g2 എന്ന് പറയുന്നതാണ് ഡെൽറ്റ സ്ക്വയർ y0യുടെ കോഎഫിഷ്യന്റ്. അപ്പോൾ നമുക്ക് g2 കിട്ടി. g2 ഈക്വൽ ടു p ഇൻറ്റു p മൈനസ് 1 ബൈ 2 ഫാക്ടോറിയൽ. p ഇൻറ്റു p മൈനസ് 1 ബൈ 2 ഫാക്ടോറിയൽ. ഓക്കെ, g2 കിട്ടി. ഇനി നമ്മൾ ആരെ ഇക്വേറ്റ് ചെയ്യാൻ പോവുകയാണ്, ഡെൽറ്റ ക്യൂബ് y0യെ ഇക്വേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഡെൽറ്റ ക്യൂബ് y0 ഇക്വേറ്റ് ചെയ്യുമ്പം LHS ഇതാണ്. RHSൽ വരുമ്പോൾ ഡെൽറ്റ ക്യൂബ് y0യ്ക്ക് യു ക്യാൻ സി ഇറ്റ് ഈസ് മൈനസ് g2 ഇവിടെ ഉണ്ട്, g3 ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ RHSൽ അവിടെ ആരൊക്കെ വരും, മൈനസ് g2 പ്ലസ് g3 വരും. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് അതൊന്ന് എഴുതി നോക്കിക്കേ. എഴുതിയാൽ നമുക്ക് LHSലുള്ളത് ഡെൽറ്റ ക്യൂബിൻ്റെ ഇത് p ഇൻറ്റു ഇവിടെ ഞാൻ എഴുതുകയാണ് തൽക്കാലം, p ഇൻറ്റു p മൈനസ് 1 ഇൻറ്റു p മൈനസ് 2 ബൈ 3 ഫാക്ടോറിയൽ ആണ് LHSലുള്ളത്. RHSലുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു ഇറ്റ് ഈസ് g3 മൈനസ് g2 ഈക്വൽ ടു ഡെൽറ്റ ക്യൂബ് y0യുടെ കോഎഫിഷ്യന്റ് ഇറ്റ് ഈസ് g3 മൈനസ് g2. ഓക്കെ, നമുക്ക് വേണ്ടത് g3 ആണ്. സോ വാട്ട് ഇസ് g3? g3 ഈക്വൽ ടു g2 പ്ലസ് p ഇൻറ്റു p മൈനസ് 1 ഇൻറ്റു p മൈനസ് 2 ബൈ 3 ഫാക്ടോറിയൽ. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻ്റ് എസ്സേ ആണ്. നിങ്ങൾ കൂടെ തന്നെ എഴുതി പോവുക. ഈ സബ്സ്റ്റിറ്റ്യൂഷനും ഈ ഡെറിവേഷനും മാത്രമേ ഉള്ളൂ, വളരെ എളുപ്പമാണിത്.
കറക്റ്റായിട്ട് അതിൻ്റെ സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്യുക. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുക, G2-ന് പകരം ഈ ഒരു ഫോർമുല ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വി ഹാവ് G2 ഈക്വൽ ടു P ഇൻറ്റു P മൈനസ് 1 ബൈ 2 ഫാക്ടോറിയൽ, P ഇൻറ്റു P മൈനസ് 1 ബൈ 2 ഫാക്ടോറിയൽ. ഓക്കെ, പ്ലസ് ഇവിടെ എന്തുണ്ട്, P ഇൻറ്റു P മൈനസ് 1 ഇൻറ്റു P മൈനസ് 2 by 3 factorial. Okay, 2 factorial 3 factorial LCM എടുക്കുക, it is 3 factorial. LCM എടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, LCM എടുത്ത് ചെയ്യുമ്പോൾ you will get, LCM എടുക്കുമ്പോൾ 3 factorial ആണ് നമ്മുടെ LCM. so ഇവിടെ you have to multiply it with 3, so you will get 3p into അല്ലേ, 3p into p minus 1 plus p into p minus 1 into p minus 2, 3 into p minus 1 plus p into p minus 1 into p minus 2. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ 3p ഇൻറ്റു പി മൈനസ് 1 ഉണ്ട്, ഇവിടെ ഒരു p ഇൻറ്റു പി മൈനസ് 1 ഉണ്ട്. ജസ്റ്റ് ടേക്ക് ദി കോമൺ, p ഇൻറ്റു പി മൈനസ് 1 കോമൺ ആയിട്ട് എടുക്കുക. സോ p ഇൻറ്റു പി മൈനസ് 1 കോമൺ ആയിട്ട് എടുത്താൽ ഇവിടെ എത്ര വരും, p ഇൻറ്റു പി മൈനസ് 1 എടുത്തു കഴിഞ്ഞാൽ ഹിയർ ഇറ്റ് ഈസ് വാട്ട്, p മൈനസ് 2 പ്ലസ് 3 അല്ലേ. ഒരിക്കൽ ഇവിടെ പറയുന്നു, ഇവിടെ നമ്മൾ LCM എടുക്കുമ്പോൾ LCM it is 3 factorial, അതായത് 6 ആണ്, 3 factorial. അപ്പോൾ മുകളിൽ നമുക്ക് ചെയ്യുന്നത് it is 3p into p minus 1 plus p into p minus 1 into p minus 2 ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, p into p minus 1-നെ കോമൺ ആയിട്ട് തന്നെ എടുത്തു. അപ്പോൾ ഇവിടെ p minus 2 ഉണ്ട്, സോ ഇവിടെ p minus 2 എഴുതി, ഇവിടത്തെ പ്ലസ് 3, ഇവിടത്തെ പ്ലസ് 3. സോ ദാറ്റ് യു വിൽ ഗെറ്റ് വാട്ട്, ഈക്വൽ ടു p ഇൻറ്റു p മൈനസ് 1 ഇൻറ്റു p പ്ലസ് 1 ബൈ 3 ഫാക്ടോറിയൽ. ശ്രദ്ധിച്ച് ചെയ്ത് നോക്കിയാൽ ഇത് കിട്ടുമോ എന്ന് നോക്കിക്കേ. G3 ഇത് കിട്ടുമോ എന്ന് നോക്കുക, സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. സോ നമുക്ക് G3 കിട്ടി. വാട്ട് ഇസ് G3 ഈക്വൽ ടു p into p minus 1 into p plus 1 into p plus 1 by 3 factorial. ഓക്കെ, ഇനി അടുത്ത് എന്ത് ചെയ്യണം, ഇപ്പൊ നമ്മൾ ഡെൽറ്റ ക്യൂ y0 ആണ് ചെയ്തത്, അടുത്ത ഡെൽറ്റ റൈസ് ടു 4 y0 ചെയ്യുക. ആൻഡ് യു വിൽ ഗെറ്റ് G4 നിങ്ങൾക്ക് കിട്ടുന്നത് G4 ഈക്വൽ ടു, ഇതേപോലെ ഇക്വേറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് p into p minus 1 into p plus 1. Okay, p into p minus 1 into p plus 1 into p minus 2 into p minus 2 by 4 factorial. ഇത്രയേ ഉള്ളൂ Gauss forward central difference formula. എന്ത് ചെയ്താൽ മതി, if you want for getting the final equation, just substitute this one, yp equal to അല്ലേ, നമുക്ക് വേണ്ടത് എന്താണ്, yp equal to y0 plus g1 delta y0. g1-ന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, p delta y0. g2-ന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, g3-ക്ക് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. and just complete the Gauss forward interpolation formula. G1, G2, G3-ക്ക് പകരം ഈ കോഎഫിഷ്യന്റ്, ഇപ്പോൾ കിട്ടിയ കോഎഫിഷ്യന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഫൈനൽ ഫോർമുല ചെയ്ത്. ഇതാണ് Gauss ഫോർവേഡ് സെൻട്രൽ ഡിഫറൻസ് ഫോർമുല. എളുപ്പമല്ലേ? ഒന്നും കൂടെ നോക്കാം. നമ്മൾ ആ ഒരു ലൈൻ എടുത്തു, ആ ലൈനിലുള്ള ഡിഫറൻസിനെ എടുത്തുകൊണ്ട് നമ്മൾ YP എഴുതി. ആ YPയിലെ രണ്ട് സൈഡിലും നമ്മൾ y0യിലും ഡെൽറ്റ y0യിലും അതിൻ്റെ ഹയർ ഓർഡർ ഡിഫറൻസിലും എക്സ്പാൻഡ് ചെയ്തു. കോഎഫിഷ്യൻസിനെ ഇക്വേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, G1, G2, G3 നമ്മൾ കണ്ടുപിടിച്ചു. റിവേഴ്സ് ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദി ഫൈനൽ ഫോർവേഡ് സെൻട്രൽ ഡിഫറൻസ്, ഗോസ് സെൻട്രൽ ഡിഫറൻസ് ഫോർമുല. ഇനി ഗോസ് ബാക്ക്വേർഡ് ഡിഫറൻസ് ഫോർമുല നിങ്ങൾ സ്വയം ചെയ്യുക. എന്ത് ചെയ്താൽ മതി, ഇതുപോലെ തന്നെ ജസ്റ്റ് യൂസ് ദിസ് ഫോർമുല, ജസ്റ്റ് യൂസ് ദീസ് ഡിഫറൻസസ്. ഈ ഡിഫറൻസസ് എടുക്കുക. ഏതൊക്കെ? ജസ്റ്റ് ടേക്ക് y0, then take delta y minus 1, then take delta square y minus 1, then delta cube, again delta raised to 4, then delta raised to 5, again delta raised to 6. അതായത് ഒരു ക്ലോക്ക് വൈസിൽ നിങ്ങൾ എടുക്കുക. അപ്പോൾ y0 കഴിഞ്ഞ് നേരെ ഏതിലേക്ക് എടുക്കുക, ഡെൽറ്റ y മൈനസ് 1 എടുക്കുക.
അത് കഴിഞ്ഞ് ഡെൽറ്റ സ്ക്വയർ വൈ മൈനസ് 1 എടുക്കുക. ഓക്കെ, ദെൻ റൈറ്റ് വാട്ട് ഇസ് വൈ പി. എന്നിട്ട് എന്ത് ചെയ്യുക, വൈ പി നിങ്ങൾ എഴുതുക. വൈ പി നിങ്ങൾ എഴുതുമ്പോൾ നമ്മൾ നേരത്തെ G1 എന്നൊക്കെ കൊടുത്തു, ബാക്ക്വേർഡ് അല്ല നമ്മുടെ ബാക്ക്വേർഡ് ഫോമിലേക്ക് നിങ്ങൾ യു ആർ റൈറ്റ്. ഇഫ് യു ആർ റൈറ്റിംഗ് വൈ പി ഈക്വൽ ടു ആ കോഎഫിഷ്യൻസ് ഒന്ന് മാറ്റുക. വൈ പി ഈക്വൽ ടു y0 പ്ലസ് G1 ഡാഷ്. കോഎഫിഷ്യന്റ് ഞാൻ G1 ഡാഷ് എന്ന് വിളിച്ചു. എന്നിട്ട് ഏത് എഴുതണം? വി ഹാവ് ടു റൈറ്റ് ഡെൽറ്റ വൈ മൈനസ് 1. വി ഹാവ് ടു റൈറ്റ് ഡെൽറ്റ വൈ മൈനസ് 1. അപ്പോൾ G1 ഡാഷ് ഡെൽറ്റ വൈ മൈനസ് 1. ഓക്കെ, അടുത്തത് G2 ഡാഷ്. അടുത്ത ഫോമുല ഏതാണ്? G2 ഡാഷ് ഡെൽറ്റ വൈ മൈനസ് 1 കഴിഞ്ഞിട്ട് ഏത് തന്നെയാണ്? ഡെൽറ്റ സ്ക്വയർ വൈ മൈനസ് 1 തന്നെയാണ്. അപ്പം G2 ഡാഷ് ഡെൽറ്റ സ്ക്വയർ വൈ മൈനസ് 1. ഓക്കെ, പ്ലസ് G3 ഡാഷ്. അവിടെ നമ്മുടെ ഡിഫറൻസ് മാറും, നേരെ അത് മുകളിലോട്ട് പോകും. ഇറ്റ് ഈസ് ഡെൽറ്റ ക്യൂബ് വൈ മൈനസ് 2. ഡെൽറ്റ ക്യൂബ് വൈ മൈനസ് 2 ആൻഡ് സോ. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഗോസ് ബാക്ക്വേർഡ് ഫോർമുല. ഗോസ് ബാക്ക്വേർഡ് ഫോർമുല. അപ്പോൾ ഫോർവേഡ് ഫോർമുലയും ബാക്ക്വേർഡ് ഫോർമുലയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. അതായത് നമ്മൾ എടുക്കുന്ന ഡിഫറൻസിൻ്റെ, അതായത് നമ്മളൊരു സീക്വൻസ് ഓഫ് ഡിഫറൻസ് ആണ് ഫോർവേഡിന് ഉപയോഗിക്കുന്നത്, വേറൊരു സീക്വൻസ് ആണ് ബാക്ക്വേർഡിന് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം ആൻറ്റി ക്ലോക്ക് വൈസ് സീക്വൻസ് ആണെങ്കിൽ ഫോർവേഡ്, ക്ലോക്ക് വൈസ് സീക്വൻസ് ആണെങ്കിൽ ബാക്ക്വേർഡ്. ബാക്കി എല്ലാം പഴയതുപോലെ തന്നെ. നിങ്ങൾ ഇവിടെ എന്ത് കണ്ടുപിടിക്കണം? യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് G1 ഡാഷ്, G2 ഡാഷ്, G3 ഡാഷ്. എന്ത് ചെയ്യുക? ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക, ഡെൽറ്റ വൈ മൈനസ് 1 മാറ്റുക. നമ്മൾ മാറ്റാൻ പഠിച്ചു. എന്നിട്ട് ഇതേപോലെ y0യും ഡെൽറ്റ y0യും ഡെൽറ്റ സ്ക്വയർ y0യും ഇക്വേറ്റ് ചെയ്ത് G1 ഡാഷ്, G2 ഡാഷ്, G3 ഡാഷ് ചെയ്യുക. ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ കിട്ടണം. G1 ഡാഷ് ഇറ്റ് ഈസ് P. ഓക്കെ, G1 ഡാഷ് എന്ന് പറയുന്നത് P ആയിരിക്കും. ദെൻ G2 ഡാഷ് എന്ന് പറയുന്നത് P ഇൻറ്റു P പ്ലസ് 1. P into P plus 1 by 2 factorial. Then G3 dash എന്ന് പറയുന്നത് P into P plus 1 into P into P plus 1 into P minus 1 by 3 factorial. G4 dash എന്ന് പറയുന്നത് P into P plus 1 into P minus 1 into P plus 2 by 4 factorial and so on. 4 factorial and so on. ഓക്കെ, നമ്മളൊന്ന് പഴയതും കൂടെ ഒന്ന് കമ്പയർ ചെയ്താൽ അവിടെ G1 ഡാഷ് എന്ത് തന്നെ? G1 P തന്നെ. ഇവിടെ G1 ഡാഷ് P ആണ്. G2 P into P minus 1 by 2 factorial ആണ് കിട്ടിയത്. ഇവിടെ G2 ഡാഷ് എന്ന് പറഞ്ഞാൽ P into P plus 1 by 2 factorial. ഇവിടെ P minus 1 ആണ് വന്നത്. സോ ഈ ഒരു രീതിയിൽ കോഎഫിഷ്യൻസ് എന്ത് ചെയ്യും? മാറി വരും. ഈ G1 ഡാഷും G2 ഡാഷും എല്ലാം നമ്മുടെ ആദ്യം എഴുതിയ ഈ ഒരു ഇക്വേഷനിലേക്ക് കൊടുത്താൽ വി വിൽ ഗെറ്റ് ഗോസ് ബാക്ക്വേർഡ് ഡിഫറൻസ് ഫോർമുല. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യും. അപ്പം ഇത്രയേ ഉള്ളൂ സെൻട്രൽ ഡിഫറൻസ് ഫോർമുല, ഗോസ് ഫോർവേഡ് ഡിഫറൻസ് ഫോർമുല ആൻഡ് ഗോസ് ബാക്ക്വേർഡ് ഡിഫറൻസ് ഫോർമുല. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല രീതിയിൽ മനസ്സിലാക്കുക, എഴുതുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു.